ദാനവും പ്രതിഫലവും. ഫിലിപ്പിയ ലേഖനം 4:17. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലമത്രേ ആഗ്രഹിക്കുന്നത്. നോട്ട് ബിക്കോസ് ഐ ഡിസയർ എ ഗിഫ്റ്റ്, ബട്ട് ഐ ഡിസയർ ഫ്രൂട്ട് ദാറ്റ് മേ abound to your account. എനിക്ക് ദാനം ലഭിക്കണം എന്ന ആഗ്രഹത്തിലല്ല ഈ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ കണക്കിലേക്ക് ദൈവിക പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞാനിത് എഴുതുന്നത്. ഈ ഒരു വാട്സപ്പ് സന്ദേശം ഒരു ഫിലിപ്പിയ ലേഖന പഠനമല്ലല്ലോ, എങ്കിലും അതുവഴി വന്നതുകൊണ്ട് നമ്മൾ ഈ വചനത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. സത്യസന്ധമായി നമ്മൾ ദൈവമുൻപിൽ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മെ പരിശോധിച്ചാൽ നമ്മൾ ദാനങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ? അതെ എന്നായിരിക്കും ഉത്തരം. എത്ര ഉള്ളവരാണെങ്കിലും എത്ര പ്രായമായാലും ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുന്നവരാകണം എന്നാണ് പൊതുവെ ഒരു പഠിപ്പിക്കൽ. എന്നാൽ ഒരു ലീഡർ, ഒരു പാസ്റ്റർ, ഒരു ക്രിസ്തീയ മിഷണറി ദൈവവചനം പഠിപ്പിക്കുന്നയാളാകയാൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളിലൂടെ അദ്ദേഹം പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അതൊരു പരാജയമാണ്, അതൊരു ദുരന്തമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമെന്ന് പഠിപ്പിക്കുന്ന ബൈബിൾ കയ്യിൽ വെച്ചുകൊണ്ട് പണമോഹിയായ ഞാൻ പ്രസംഗിച്ചാൽ അത് ക്രിസ്തുവിനും ബൈബിളിനും അപമാനമായിരിക്കും. അപ്പോൾ ഞാൻ തെളിഞ്ഞോ ഒളിഞ്ഞോ പണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അതിനുള്ള മാർഗം കണ്ടെത്തണം. ബിസിനസ്സോ സ്വർണ്ണക്കടത്തോ എന്തെങ്കിലും എളുപ്പമുള്ള മാർഗം കണ്ടെത്തിയിട്ട് ഗവൺമെൻറ്റിനെയും കൂടെ തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ പോകാൻ ശ്രമിക്കുക. കള്ളത്തരങ്ങളോ അഭിനയങ്ങളോ ഒക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ കുറവല്ല. നേരെ ചൊവ്വേ പണമുണ്ടാക്കുന്നവരും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരുവൻ പണം ആഗ്രഹിച്ചുകൊണ്ട് ആ സുവിശേഷ പ്രവർത്തനം ചെയ്താൽ അതിൻ്റെ അന്ത്യം ചിന്തിച്ചതിനേക്കാൾ വേദനാജനകം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മെക്കുറിച്ചും നാം കേൾക്കുന്ന വചന ഘോഷകരെക്കുറിച്ചും ചിന്തിക്കാം. പണത്തിൻ്റെ ഒരാഗ്രഹം ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അത് വിട്ടൊഴിയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.